ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത് കല്യാണി പ്രിയദർശൻ, നെസ്ലിൻ എന്നിവരെ പ്രധാന വേഷത്തിലെത്തിച്ച് ബോക്സ് ഓഫീസിൽ ഇപ്പോൾ കളക്ഷനും മാറി ഇൻഡസ്ട്രി ഹിറ്റും സകല റെക്കോർഡുകളും അട്ടിമറിച്ച സിനിമയാണ് ലോക. ആ സിനിമയിലെ ശോകമൂകം എന്ന സോങ്ങിനാണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. സോ പാട്ട് പാടിയിരിക്കുന്നത് ബെന്നി ദയാലും കൂട്ടുകാരും ഒക്കെയാണ്. ആൻഡ് ഇതിൻ്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നത് വിനായക് ശശികുമാറാണ്. മ്യൂസിക് അറിയാമല്ലോ, ചിക്സ് ബിജു കമോൺ. ഫിലിംസ് ദുൽഖർ സൽമാൻ കുറെ നേടി. ലോക ചാപ്റ്റർ 1. കഥ പോലെ ഒഴുകുന്ന കാലം കടലായി പൊതിയുന്നു, കര കാണാതെ നീന്തുന്ന പ്രായം. അതെ, പടം ഫുൾ വൈബായിരുന്നു കേട്ടോ, ഉള്ളത് പറയാം. ഡയറക്ട് ബൈ ഡൊമിനിക് അരുൺ. ആൻഡ് ഈ ഇടയ്ക്ക് മലയാള സിനിമയിൽ ഇറങ്ങിയതിൽ എല്ലാ പാട്ടുകളും നല്ല പാട്ടുകൾ, ആൻഡ് എല്ലാ മ്യൂസിക്കും സ്കോഴ്സും എല്ലാം നല്ല മ്യൂസിക് വന്നത് ലോകയിലാണ്. സത്യം. ജെയ്ക്സ് വിജയ് കറക്റ്റ് സെതുക്കി. മൂന്ന് പേരും കിട്ടില്ല നേട്ടാ, വൈബ് ക്രിയേറ്റ് ചെയ്യുന്നത്. വിനായക് ശശികുമാർ ലിറിക്സ്. ഇപ്പം സത്യം ഈ മലയാള സിനിമയിൽ 1-2 ലിറിക് റൈറ്റേഴ്സ് ഉണ്ട്. അതായത് ഈ ട്രെൻഡിങ് അല്ലെങ്കിൽ സൂപ്പർ സാധനങ്ങളൊക്കെ തന്നെ വിനായക് ശശികുമാർ. ഈ ട്രെൻഡിങ് സാധനങ്ങളൊക്കെ ഇപ്പം വരുന്നത് വിനായക് ശശികുമാർ എന്നാണ്. പിന്നെ മൊയ്സിൻ ബരാരി, നല്ല കിട്ടിലൻ, നല്ല പൊയം പോലത്തെ പാട്ടുകളാണ്. ചന്ദ്രു, 3 പേര്. കഥ പോലെ ഒഴുകുന്ന കടലായി പൊതിയുന്നു, കര കാണാതെ നീന്തുന്ന പ്രായം. ചന്ദൂരൊന്നും പറയണ്ട, ആടിച്ച് സിനിമയിൽ. ശശികുമാർ, പ്രണവ് ശശി. ലിറിക്സ് ഒക്കെ ഉണ്ട്, നല്ല റൈമിങ് ആയിട്ട് ടൈമിങ് ആയിട്ട് റാപ്പ് ടൈപ്പിൽ. അതാണ് വിനായക് ശശികുമാർ ട്രെൻഡിങ് ആയിട്ട് ചെയ്ത് കളയും. കല്യാണി പിന്നെ പറയണ്ടല്ലോ. പബ്ബിലൊക്കെ ഇട്ട വഴി ഭയപ്പാണ്.
പാട്ട് കൊള്ളാം guys. ഞാൻ പറയില്ല, മുന്നേ പറഞ്ഞതിനാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. ഈ ഇടയ്ക്ക് മലയാള സിനിമയിൽ ഇറങ്ങിയ പാട്ടുകളായാലും സ്കോഴ്സ് ആയാലും ഏറ്റവും നന്നായിട്ടുള്ളത് ലോകയിലാണ്. സത്യം. വേറെ എന്തെങ്കിലും ഒപ്പീനിയൻ അല്ലെങ്കിൽ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പറക്കേട്ടാ. ഈ പാട്ട് ശോകമുഖം നെസ്ലിനും അവർ ആ വീട്ടിലൊക്കെ ആയിട്ട് അതൊരു ബ്ലെൻഡ് ചെയ്ത് സൂപ്പറായിട്ട് ആ പാട്ട് വരും. ആ സിറ്റുവേഷൻ ടൈപ്പായിട്ട്. കാരണം ഒരു പാട്ട് പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അതൊന്ന് പാളിയാലും പടത്തിനൊരു മൂഡ് തന്നെ പോകും. പക്ഷെ ഇത് അതുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് സൂപ്പറായിട്ട് കൊണ്ടുവരും. ആൻഡ് ദുൽഖർ സൽമാൻ ഉള്ളത് പറയാം, ഈ ലോക ഇങ്ങനെ ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുക, അതിനൊരു സപ്പോർട്ട് താങ്ങായിട്ട് നിൽക്കുക എന്നൊക്കെ പറയുന്നത് ദുൽഖർ സത്യം അതൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ്. അത് സക്സസ് ആവുക, അതിന് ഇനിയും അടുത്ത് പാർട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓഡിയൻസും വെയിറ്റിംഗ് ആയിട്ട് അവരും പറയുന്നു ചെയ്യുന്നു അങ്ങനെയൊക്കെ. അപ്പോൾ ഇനി ഇതിൽ അടുത്ത പാട്ടുകൾ വരുമ്പോഴും, അതായത് ഇനിയിപ്പം ചാത്തമോടി എല്ലാം വരുമ്പോഴും